Hi all, welcome to ONCE. Today we are going to discuss the programming in C, that is structured approach to programming. അപ്പോൾ structured approach to programming എങ്ങനെയാണ് in C എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പഠിക്കുന്ന അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതുവാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അതിന്റെ അൽഗോരിതം ആണ് ആദ്യമായിട്ട് എഴുതേണ്ടത്. അൽഗോരിതം, പിന്നെ അതിന്റെ ഫ്ലോ ചാർട്ട്. What is algorithm and flowchart എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The algorithm and flowchart are two types of tools to explain the process of a program. നമ്മൾ ആ പ്രോഗ്രാമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നതാണ്. ടു ടൈപ്സ് ഓഫ് ടൂൾസ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് എന്ത്, അൽഗോരിതം ആൻഡ് ഫ്ലോചാർട്ട്. Algorithm and flowcharts are two different tools that are helpful for creating new programs, especially in computer program. അതായത് ആ പ്രോഗ്രാമിൽ നമ്മൾ ഏതൊക്കെ പ്രോസസ്സാണ് ആദ്യം വരണ്ടേ, ഏതൊക്കെ പ്രോസസ്സാണ് രണ്ടാമത് വരണ്ടേ, അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് സീക്വൻസിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൽഗോരിതം എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലോ ചാർട്ട് ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. An algorithm is ഇത് important ആണ്. Algorithm is a step-by-step analysis of process, while a flowchart explains the step of a program in graphical way. That is, algorithm എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാർട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വാല്യൂ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റർ എ വാല്യൂ, എൻ്റർ ഫസ്റ്റ് വാല്യൂ, ഒരു വാല്യൂ എൻ്റർ ചെയ്യുന്നു, എൻ്റർ സെക്കൻഡ് വാല്യൂ, എന്നിട്ട് ആ രണ്ട് വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ്, ഇതിപ്പം എ ആണ്, ഇത് ബി ആണെങ്കിൽ ആഡ് എ പ്ലസ് ബി, ദെൻ സ്റ്റോപ്പ്. ഇതാണ് അൽഗോരിതം. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലാണ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഇനി ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ, ഫ്ലോ ചാർട്ട് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ അൽഗോരിതം. പ്രോഗ്രാമേഴ്സ് ഓഫൺ യൂസ് ഇറ്റ് ആസ് എ പ്രോഗ്രാം പ്ലാനിംഗ് ടൂൾ ടു സോൾവ് എ പ്രോബ്ലം. അപ്പൊ നമുക്കൊരു പ്രോബ്ലം കിട്ടുവാണ്, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ്, അതായത് ഗ്രാഫിക്കൽ വേയിലുള്ള ഒരു പ്ലാനിങ് ആണ് എന്ത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. It makes use of symbols which are connected among them to indicate the flow of information. അതായത് ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു, പിന്നെ ഫ്ലോ എങ്ങോട്ടാണ്, സെക്കൻഡ് പ്രോസസ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു ഫ്ലോ, അതായത് ആ പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്ന ഒരു ഫ്ലോയെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. The process of drawing a flow chart for an algorithm is known as flow charting. ആ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിനെയാണ് ഫ്ലോ ചാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലോ ചാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സിമ്പിൾസ് ആണ് പറയുന്നത്. ആദ്യം ടെർമിനൽ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്ത്, നമ്മളുടെ ഈ ഓവൽ സിമ്പിൾ, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ആൻഡ് ഹോൾട്ട്. അതായത് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് വേണം, ഒരു സ്റ്റാർട്ട് എൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് എൻഡും ഉണ്ട്. അപ്പൊ ഏത് പ്രോഗ്രാം നമ്മൾ ചെയ്താലും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യും, അവസാനം എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഈ ഓവൽ ഷേപ്പ്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. എ പാരലോഗ്രാം ഡിനോട്ട്സ് എനി ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ടൈപ്പ്. അതൊരു പാരലോഗ്രാം ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് ഇൻപുട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സം ഓഫ് ടു നമ്പേഴ്സ്, അതിനകത്ത് നമ്മൾ ആദ്യത്തെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണമല്ലോ. സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു സി. ഇങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം എൻ്റർ ദ വാല്യൂ ഓഫ് എ, അപ്പം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്, വാല്യൂ എയിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഈ പാരലോഗ്രാമിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ദാറ്റ് ടേക്ക് ഇൻപുട്ട് ഫ്രം ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഡിസ്പ്ലേസ് ഔട്ട്പുട്ട്. ഇനി ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് എന്താണ്, ഡിസ്പ്ലേ സി എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും, സി കിടക്കുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അങ്ങനെ എൻട്രി ചെയ്യാൻ, അകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്ത് വരാനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഡിനോട്ട് ചെയ്യുന്നതാണ് പാരലോഗ്രാം. ഇനി പ്രോസസ്സിംഗ്, എ ബോക്സ് റെപ്രസെന്റേഷൻ, ഒരു ബോക്സ് റെപ്രസെന്റേഷൻ ആണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ. ഓൾ അരിത്തമെറ്റിക് പ്രോസസ് സച്ച് ആസ് ആഡിങ്, സബ്ട്രാക്ടിങ്, മൾട്ടിപ്ലിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എ പ്ലസ് ബി ഈക്വൽ ടു സി എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഈ കമ്പ്യൂട്ടേഷൻ നടക്കാൻ, ഈ പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ബോക്സ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസിഷൻ. ഡയമണ്ട് സിമ്പിൾ റെപ്രസെന്റ് ആയ ഡിസിഷൻ പോയിന്റ്. ഈ ഡയമണ്ട് അതായത് നമ്മളുടെ ഇപ്പം ഇപ്പൊ ഒരു വാല്യൂ എടുത്തു 10, ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഡിസൈഡ് ചെയ്യുവാണ്. ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണോ, യെസ് ആണെങ്കിൽ നമ്മൾ വേറൊരു ഇൻസ്ട്രക്ഷനിലേക്ക് പോകും. നോ ആണെങ്കിൽ വേറൊരു പോയിന്റിലേക്ക് പോകും. ഇവിടെ നോ ആണെങ്കിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്.
എസ് ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, നോ ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു ഡിസിഷൻ പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയമണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 10 ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് നമുക്ക് നോക്കണം. എസ് ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നോ ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ട്രൂ ഓർ ഫോൾസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഡിസിഷൻ എന്ന് പറയുന്ന ബോക്സ്. ഇനി അടുത്ത കണക്ടേഴ്സ്. Whenever there is a flowchart become complex, it spread over more than one page. ഒരു പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് ഫ്ലോ ചാർട്ട് ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഒരു പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ കണക്ടേഴ്സ് വെക്കണം. അടുത്ത പേജിലേക്ക് പോവുകയാണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കണക്ടേഴ്സ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സർക്കിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോ ലൈൻസ്. Flow lines indicate the exact sequence in which instructions are executed. Arrows represent the direction of flow control. അപ്പോൾ അത് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പം ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് എന്ന് പറയുമ്പം ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടി, അത് പിന്നെ ഇങ്ങോട്ട് പോകുന്നു, അപ്പൊ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഫ്ലോ ലൈൻസ്. എങ്ങനെ എക്സാക്ട് സീക്വൻസ് ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്, ഏത് സീക്വൻസിലാണ് നമുക്ക് ആ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏതാണ് സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഫ്ലോ ലൈൻസ് നോക്കുന്നത്. ഇനി റൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ഫ്ലോ ചാർട്ട്. എന്താണ് റൂൾസ്? റൂൾ 1, ഫ്ലോ ചാർട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി സ്റ്റാർട്ട്. ഒരു തുടക്കം എന്തായിരിക്കണം, ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ്മെന്റ്. സ്റ്റാർട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇത് വെച്ചിട്ട്. എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കണം, ഒരു എൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും സ്റ്റാർട്ടും എൻഡിലും കൊടുക്കണം. ഇനി ഓൾ സിംബൽസ് ഓഫ് ഫ്ലോ ചാർട്ട് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് ആരോ ലൈൻ. ഓരോ സിംബൽസും എന്ത് ചെയ്യണം, ആരോ വെച്ച് കണക്ട് ചെയ്തിരിക്കണം. ഇനി ദ ഡിസിഷൻ സിംബൽ ഇൻ ദ ഫ്ലോ ചാർട്ട് ഇസ് അസോസിയേറ്റ് വിത്ത് ദ ആരോ ലൈൻ. ഓരോ ഡിസിഷൻ സിംബൽസും ആരോ ലൈൻ വെച്ച് എൻ്റർ ചെയ്യണം. ഇനി ഇതാണ് ഒരു എക്സാമ്പിൾ. ഞാൻ പറഞ്ഞു ഒരു സ്റ്റാർട്ട് വേണം, ഒരു എൻഡ് വേണം, സ്റ്റോപ്പ് വേണം. ഇനി അതിൻ്റെ അടിയിൽ ഒരു ബോക്സ്, ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പാരലോഗ്രാം ആണെങ്കിൽ വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ വാല്യൂ എസ്സോ അല്ലെങ്കിൽ നോയോ കൊടുക്കും. എസ് ആണെങ്കിൽ ഇങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും, നോ ആണെങ്കിൽ എൻഡിലേക്ക് പോകും. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് ദ സം ഓഫ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ, ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്, ഒരു പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ അൽഗോരിതം എഴുതും. അപ്പോൾ അൽഗോരിതത്തിന്റെ നമ്മളിങ്ങനെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എഴുതുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ റീഡ് ദ ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് a+b=c എന്നാണ് വേണ്ടതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എയിലേക്ക് എന്ത് വാല്യൂ കൊടുക്കണം, അതാണ് റീഡ് ദ ഇൻറ്റിജർ a. ഇനി ബിയിലേക്ക് എന്ത് വാല്യൂ കൊടുക്കണം, റീഡ് ദ ഇൻറ്റിജർ b. അപ്പൊ നമ്മൾ 5+2 = 7 ആണ് വേണ്ടതെങ്കിൽ എയിലേക്ക് നമ്മൾ 5 എന്നുള്ള വാല്യൂ കൊടുക്കണം, ബിയിലേക്ക് നമ്മൾ 2 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പൊ എന്താണ്, കമ്പ്യൂട്ടേഷൻ ഇവിടെ നടന്ന് c = a+b എന്ന് പറഞ്ഞ കമ്പ്യൂട്ടേഷൻ നടത്തണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ സിയിലേക്ക് എന്ത് വാല്യൂ വന്നത്, ഈ 7 എന്നുള്ള വാല്യൂ അവിടെ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഇതാണ് അതിന്റെ അൽഗോരിതം. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, സ്റ്റാർട്ട് നമ്മൾ പാരലോഗ്രാം എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യാനല്ലേ. എൻ്റർ ദ ഇൻറ്റിജർ a, എൻ്റർ ഇൻറ്റിജർ b, കമ്പ്യൂട്ടേഷൻ നടന്നു, സിയിൽ ഡിസ്പ്ലേ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. വിത്ത് ദിസ് വി കൺക്ലൂഡ് ദി സെഷൻ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. അൽഗോരിതം മീൻസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് എ പ്രോഗ്രാം. It is a tool to implement the program. Flowchart is also a tool to implement the program in a graphical way. With this, we conclude this topic. Thank you. Keep watching once.